മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ? 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നു. ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി? കൈക്ക് എത്ര? അപ്പൊ കാലിനാ? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരുമോ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നിട്ട് തരുമോ മെഹന്തി? എത്ര സൂപ്പറാന്ന് ഓർക്കണം. നമ്മൾ എറണാകുളത്തോടെയും തിരുവനന്തപുരത്തോടെയൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ FM കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. എന്തെങ്കിലും വളാന്ന് അടിച്ചു കഴിഞ്ഞാൽ RJ ആണെന്നൊക്കെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു പ്രോട്ടോക്കോളോ പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡേർഡോ ഇല്ലാതെയാണ് കാര്യങ്ങളിൽ കുറേ തമാശ. ഞാൻ കുറച്ച് കാലം മുമ്പ് നമ്മൾ ഈ എറണാകുളത്തോടൊക്കെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനത്തെ കുറേ വളുപ്പൻ ഷോകളൊക്കെ ഇങ്ങനെ കേൾക്കുമായിരുന്നു, പ്രാങ്ക് ചെയ്യുന്നതായിട്ടൊക്കെ. അപ്പം ഇങ്ങനെയൊക്കെ ഒരാളുടെ കരിയറൊക്കെ വെച്ചിട്ട് പ്രാങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എത്രത്തോളം RJയുടെ നിലവാരം താഴെയാണെന്നുള്ളതാണല്ലേ. കാരണം ഒരാളെ വിളിച്ചിട്ട് അയാൾ മെഹന്തി ആർട്ടിസ്റ്റ് ആയിരിക്കാം, അദ്ദേഹത്തിൻ്റെ ഉപജീവനമായിരിക്കാം അതിനെ വെച്ചിട്ട് വേറൊരു ഭാഗത്ത് മെഹന്തി ഇടുമെന്നൊക്കെ ചോദിക്കുന്നത് ഭയങ്കര മോശമാണ്. അത് പ്രത്യേകിച്ച് പ്രബുദ്ധ കേരളത്തിലൊക്കെ ഉള്ള പ്രത്യേകിച്ച് ഒരു RJ ലെവലിലൊക്കെ നിൽക്കുന്ന മീഡിയ പേഴ്സൺ ഒന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. നാളെ ഇപ്പം ഏഷ്യാനെറ്റിൽ നിന്നിട്ട് ഏഷ്യാനെറ്റിലെ ഒരു അവതാരക ഇതുപോലെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അല്ലേ? സെയിം ഒരു മീഡിയ ആണല്ലേ. FM എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നതാണ്. അപ്പം കുറച്ചൊക്കെ മാന്യത കാണിക്കാവുന്നേ. പിന്നെ ഈ RJ ഈ FM സ്റ്റേഷൻസും ഒക്കെ ഈ ആൾക്കാരെ എടുക്കുമ്പോഴൊക്കെ കുറച്ചൊക്കെ നോക്കണം. അല്ലാണ്ട് ചുമ്മാ ഈ വളാന്ന് അടിക്കുന്ന ആൾക്കാരെ ആയിരിക്കരുത്. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിയാലും അറിയാം, ചുമ്മാ കണ്ടം ചാടി വന്നവരെയൊക്കെ പിടിച്ചിരുത്തി ഇൻ്റർവ്യൂ എടുപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ആളുകൾക്കൊന്നും ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാതാകുന്നത്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? അവർ കുറേ എള്ളോളന്തരെയും വഴിയെ പോയവരെയും പട്ടിയെ കല്ലെറിഞ്ഞവരെയൊക്കെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ എടുക്കുകയാണ്. എങ്ങനെയെങ്കിലും കണ്ടന്റ് വിൽക്കുക എന്നുള്ളതാണ് ഇതിനകത്ത്. അപ്പോൾ ഇത്ര തന്നെ.